കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പൾസർ സുനിക്കും കൂട്ടർക്കും കൂട്ടബലാത്സംഗ കേസിൽ നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കോടതി നൽകിയത്. ശിക്ഷാവിധിയിൽ നിയമമന്ത്രി തൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ പ്രോസിക്യൂഷന് ശിക്ഷയിൽ തൃപ്തിയില്ല. കൊടും കുറ്റവാളികൾക്ക് കുറഞ്ഞ ശിക്ഷ നൽകാനുള്ള കോടതിയുടെ ആ യുക്തി എന്താണ്? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മളൊപ്പം അതിഥികളായി അഭിഭാഷകരായ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ, മുൻ റിട്ടയർഡ് SP ഡി സാലി എന്നിവർ. ആദ്യം പ്രിയദർശൻ തമ്പി, കോടതിയിൽ നിന്ന് നടന്ന വാദപ്രതിവാദങ്ങളിൽ, അതായത് ശിക്ഷ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളിൽ ഈ പ്രതികളുടെ വയസ്സ്, ജീവിത സാഹചര്യം ഇതൊക്കെ പരിഗണിച്ചതായി തോന്നുന്നു. ആ വെർബാറ്റമിൽ നമുക്ക് മനസ്സിലായതാണ്. എന്ത് യുക്തിയായിരിക്കാം ഈ കൂട്ടബലാത്സംഗത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ പ്രതികൾക്ക് നൽകാൻ കോടതിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? അല്ല, നമുക്കറിയാം ഈ 376 എന്ന് പറയുന്ന റേപ്പ് അല്ലെങ്കിൽ ബലാത്സംഗം, ആ ഒരു നിയമത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് അമെൻമെന്റുകൾ വന്നു. കാരണം അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായതുകൊണ്ടാണ് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതായത് 376 എന്ന് പറയുന്ന സാധാരണ ഒരു വിക്ടിം ഉൾപ്പെട്ട 376 കേസിന് 10 വർഷം മിനിമം പണിഷ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ 376D, അതായത് ഗാങ് റേപ്പ് എന്ന് പറയുന്ന കേസിന്റെ മിനിമം പണിഷ്മെന്റ്, അതായത് കോടതിയുടെ ഡിസ്ക്രിഷന് പോലും കുച്ചുവിലം കിട്ടുകൊണ്ട് 20 years മിനിമം പണിഷ്മെന്റ് ഇസ് 20 years വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഇംപ്രിസൺമെന്റ് ടിൽ ഡെത്ത്, ജീവപര്യന്തം കഠിന തടവ് മാക്സിമം പണിഷ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കോടതി 20 വർഷത്തെ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. സാധാരണ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഒരു കേസിൽ ഈ ഇന്ന വകുപ്പുകൾ പ്രകാരം ഒരു പ്രതി അല്ലെങ്കിൽ പല പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, ആ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അടുത്ത ദിവസം അവരുടെ അടുത്ത് നിങ്ങൾ ഇന്ന വകുപ്പുകൾ അനുസരിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു, ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അതൊരു മാൻഡേറ്ററി ആയിട്ട് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഓരോ പ്രതികളെടുത്തും ചോദിക്കും. അപ്പോൾ ആ കാര്യം അവരോട് ചോദിച്ചിട്ട് അവർ പറയുന്ന കാര്യം ഈ ജഡ്ജ്മെന്റിൽ എക്സ്ട്രാക്ട് ചെയ്യണം. നിങ്ങൾ ഇന്ന വകുപ്പ് അനുസരിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുന്നു, ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വാഭാവികമായിട്ടും പ്രതികൾ ഈ പ്രായമായ മാതാപിതാക്കളെ നോക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അവരുടെ പ്രായം, മറ്റു പല കാരണങ്ങൾ, അവർക്ക് അത് കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ പറ്റില്ല. മറിച്ച് കേസിൽ ഈ ശിക്ഷയുടെ കാര്യത്തിലുള്ള ലീനിയൻസ് കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം പ്രതികൾക്കുണ്ട്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് ജഡ്ജി കേട്ടതിൻ്റെയും പ്രോസിക്യൂഷന്റെ വാദം കേൾക്കാം. എന്തുകൊണ്ടാണ് ഈ കേസിന് പരമാവധി ശിക്ഷ കൊടുക്കേണ്ടത്? അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ, പ്രതിഭാഗത്തിൻ്റെയും കൂടെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരത്തിലൊരു വിധിന്യായത്തിൽ എത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോടതിയുടെ ഡിസ്ക്രിഷനാണത്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു വിധിന്യായത്തെ പലപ്പോഴും ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു വിധിന്യായത്തെ നമുക്ക് വിമർശിക്കുവാനുള്ള അവകാശമുണ്ട്, ജഡ്ജിയെ വിമർശിക്കാനുള്ള അവകാശമില്ല, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. പക്ഷെ ആ ജഡ്ജ്മെന്റിൽ പാകപ്പിഴയുണ്ടെങ്കിൽ, ആ ജഡ്ജ്മെന്റ് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ജഡ്ജ്മെന്റിൽ ഇത്തരത്തിലുള്ള സെന്റൻസ് അറൈവ് ചെയ്തത് ശരിയായ രീതിയിൽ ഈ കേസിന്റെ അറ്റൻഡിങ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസിനെ കൺസിഡർ ചെയ്യാതെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അതിനെ വിമർശിക്കുവാനുള്ള അവകാശം ഉണ്ട്. അപ്പോൾ ഇത് ഒരു സംശയവും വേണ്ട, സമൂഹം ആഗ്രഹിച്ച ഒരു വിധിയല്ല ഇന്ന് വന്നത് എന്നത് കാരണം അങ്ങനെയാണ് ഈ കേസിന്റെ ഫാക്ട്സ്, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹം ആകെ ഈ കേസിലൊരു മാക്സിമം പണിഷ്മെന്റായ ലൈഫ് ഇംപ്രിസൺമെന്റ് ഈ കേസിൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരെ, അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാനൊന്നും ആർക്കും അവകാശമില്ല. അങ്ങനെ നമ്മുടെ സമൂഹം, കാരണം ഇത് കേരളത്തിലെ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നില്ല 956 കേരളം നിലവിൽ വന്നതിന് ശേഷം ഇത്തരം സെൻസേഷണൽ എന്ന വാക്കിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥം മറ്റ് സെൻസേഷൻ പോലെ അല്ല. കാരണം ഇതിൽ ഒരു അതിജീവിത അനുഭവിച്ച നൊമ്പരമുണ്ട്. ആ അതിജീവിതയെ കേരളത്തിലെ ഓരോ മലയാളിക്കും അറിയാവുന്ന അതിജീവിതയാണ്. അവരെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ സിനിമാ കഥകളെ പോലും വെല്ലുന്ന ട്വിസ്റ്റോടെ ഒരു കേസ് വരികയും, ആ കേസിലെ ഒരു പ്രതിയായി കേരളത്തിന്റെ പൊതുധാരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചലച്ചിത്ര നടൻ വരികയും ഒക്കെ ചെയ്ത കാരണങ്ങൾ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട് അനിതര സാധാരണമായ ഒരു കേസായി ഈ കേസ് മാറുകയും ആ കേസിന്റെ വിചാരണയിൽ ഉടനീളമുണ്ടായിരിക്കുന്ന പല സംഭവ വികാസങ്ങളും പല ട്വിസ്റ്റുകളും
അതിലേറ്റവും പ്രധാനപ്പെട്ടത് 3 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്ന് രാജിവെച്ചു എന്നുള്ളതാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. കാരണം എല്ലാ കേസുകളും പ്രോസിക്യൂഷൻ നയിക്കേണ്ട സ്റ്റേറ്റ് ആണ്. എവരി പ്രോസിക്യൂഷൻ ഹാസ് ടു ബി കണ്ടക്ടഡ് ബൈ എ പ്രോസിക്യൂട്ടർ. അപ്പോൾ സ്റ്റേറ്റ് പോലീസാണ്. അപ്പോൾ ഈ ചില കേസുകളിൽ, പ്രാധാന്യമുള്ള കേസുകളിൽ ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസ് രാജിവെച്ച സംഭവം നമ്മൾ ഉണ്ടായി. അപ്പോൾ അതിജീവിത തന്നെ ഈ കേസിന്റെ വിചാരണയുടെ ഇടയിൽ പരാതിയുമായി സുപ്രീം കോടതി വരെ പോകേണ്ട അവസ്ഥയുണ്ടായി. ഇതെല്ലാം സാധാരണ സംഭവങ്ങളല്ല. അങ്ങനെയുള്ള പല അങ്ങ് മുന്നോട്ട് വെച്ച പോയിന്റുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ കേസ് സെൻസേഷണൽ ആവാനുള്ള കാരണം ഇതിലൊരു സിനിമാ നടി ഉൾപ്പെട്ടതുകൊണ്ടും പ്രതിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ളതുകൊണ്ടും മാത്രമല്ലല്ലോ. അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയ പ്രോസിക്യൂഷന്റെ അബ്രപ്റ്റ് ആയിട്ടുള്ള പിന്മാറ്റം, തൊണ്ടി മുതൽ പിടിച്ചെടുക്കാൻ വേണ്ടി പോലീസിന് കോടതി കയറേണ്ടി വരുന്ന സാഹചര്യം, ആ തൊണ്ടി മുതൽ പ്രതി തന്നെ ഒരു സ്വകാര്യ ഫോറൻസിക് സ്ഥാപനത്തിൽ കൊണ്ടുപോയി തെളിവ് നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ജനങ്ങളുടെ കൺമുമ്പിൽ ഒരു കേസ് അട്ടിമറിക്കപ്പെടുന്നതിന് ജനങ്ങൾ സാക്ഷിയാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പബ്ലിക് ഔട്ട്ക്രൈ ഇക്കാര്യത്തിൽ ഉണ്ടായി. അത് സെൻസേഷണലായി എന്നല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ, ഞാൻ അതൊന്നും വിവരിച്ച് പറഞ്ഞില്ല എന്ന് മാത്രം, അങ്ങനെ ഒട്ടനവധി സംഭവ വികാസങ്ങൾ ഈ കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് തന്നെയാണ് ഈ കേസ് ഇത്രയേറെ ശ്രദ്ധയാകർഷിക്കാനും ജനങ്ങളാകെ ഏറ്റെടുക്കുവാനും ഒക്കെ ഉള്ള ഒരു കാരണം. പക്ഷെ അതിന്റെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. ആ വിധിയെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതിനെ അപ്പീൽ കൊടുക്കും. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു നിയമവ്യവസ്ഥയെ നമ്മളെല്ലാം അംഗീകരിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ള അഭിഭാഷകർ, ഈ രംഗത്ത് നിൽക്കുന്നവർ ആ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചില്ലെങ്കിൽ മറ്റാരംഗീകരിക്കും? അപ്പോൾ നിയമം ആകാശം ഇടിഞ്ഞു വീണാലും ലെറ്റ് ജസ്റ്റിസ് ബി ഡൺ ദോ ഹെവൻ ഷുഡ് ഫാൾ എന്നുള്ളതാണ് ആപ്തവാക്യം. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കപ്പെടണം. അതാണ് ജസ്റ്റിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നയിക്കുന്ന എന്താ പറയുന്ന ജസ്റ്റിസിന്റെ വഴിത്താരയിൽ വഴിവിളക്ക് പോലെ നയിക്കുന്ന ഏറ്റവും വലിയ ആപ്തവാക്യം. അപ്പൊ ആകാശം ഇടിഞ്ഞു വീണാലും നിയമവും നീതിയും ഒക്കെ നടപ്പാക്കപ്പെടണം. അതിന് ഒരു കോടതി മാത്രമൊന്നുമല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കോടതി മതിയല്ലോ. ഇവിടെ ജൂറി സിസ്റ്റവുമല്ല. എത്രയോ കേസുകളുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ച് വിചാരണ കോടതി വിധിച്ച പ്രതികളെ വെറുതെ വിട്ട അനുഭവം വരെ നമുക്കില്ലേ സുപ്രീം കോടതി? അപ്പോൾ ഇതൊക്കെ സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും ഈ ശിക്ഷ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ നിയമ പോരാട്ടം ഈ കേസിൽ തുടരുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അഡ്വക്കേറ്റ് മനീഷ, ഒറ്റ കാര്യം, ഇപ്പോൾ സമൂഹത്തിനെമ്പാടും ഇതിൽ നീതി പൂർണ്ണമായി നടപ്പായിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. അങ്ങനെ ഈ അതിജീവിത ആരോപണം ഉന്നയിച്ച കോടതി വിട്ടയക്കപ്പെട്ട പ്രതിക്കൊപ്പം നിൽക്കുന്നവർ പോലും പറയുന്നത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കേസാണിത്. അതായത് ഇതിൽ രണ്ട് പക്ഷമല്ല, എല്ലാവരും അതിജീവിതയുടെ പക്ഷത്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു കാര്യത്തിൽ ഈ ശിക്ഷ തൃപ്തികരമാണ് എന്ന് നിയമമന്ത്രി പറയുന്നത് എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? അതല്ലാതെ ഒരു ഫ്രോയിഡിയൻ സ്ലിപ്പാണോ? വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഇത്. അജിംസ് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുത്താലും ഇനി ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്താലും സർക്കാരും നിയമമന്ത്രിയും പ്രോസിക്യൂഷനും ഒക്കെ എത്ര കൃത്യമായിട്ടുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകർ പലപ്പോഴും ഈ കേസിലെ അന്വേഷണ സംഘത്തെയും സർക്കാരിനെയും ഒക്കെ പ്രശംസിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാർ ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നിട്ടുള്ളത് എന്ന് പോലും പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ കേസിലെ ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്തപ്പോൾ തന്നെ, ഓർഡർ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞപ്പോൾ തന്നെ നിയമമന്ത്രിയും പ്രോസിക്യൂഷനും എല്ലാവരും പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്നും ഞങ്ങൾ ഈ കേസിലെ വിധിയിൽ സംതൃപ്തരല്ല എന്നും ഞങ്ങൾ അപ്പീൽ പോകുമെന്നുമാണ്. അപ്പോൾ ഇന്നും ആദരണീയനായ നിയമമന്ത്രി ഉൾപ്പെടെ അത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ, വിധിയെക്കുറിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിങ്ങൾ ചോദിച്ച സ്റ്റേറ്റ്മെന്റിനോട് പ്രതികരിച്ചത് ഞങ്ങൾ ഈ വിഷയത്തിൽ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിധിയുമായിട്ടുള്ള വിശദാംശങ്ങൾ വിധി വന്നതിന് ശേഷം, വിധിയുടെ പകർപ്പ് കിട്ടിയതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം, അല്ലെങ്കിൽ അത് പരിശോധിക്കാമെന്ന് തന്നെയാണ്. അപ്പൊ അതിനെ ഈ രീതിയിൽ നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് അതിനെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന തന്നെ വളരെ തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് നൽകുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഞങ്ങളെല്ലാം ഒരു അഭിഭാഷക എന്ന നിലയിലും മന്ത്രി പി രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വളച്ചൊടിച്ചതല്ല. മനീഷ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നുകൂടി കേൾക്കാം. ഇനിയിപ്പോ എനിക്ക് തെറ്റിയതാണോ എന്ന് മനീഷയ്ക്ക് തിരുത്താം. ഒന്ന് പ്ലേ ചെയ്യൂ അദ്ദേഹത്തിന്റെ വാക്ക്.
രൂപത്തിലുള്ള അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമുള്ള ഒരു അംഗീകാരം കൂടിയാണ്. 6 പ്രതികൾക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ 14 വർഷം ഏറ്റവും മികച്ച ശിക്ഷയാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് നിയമമന്ത്രി പറയുന്നത്. അതെ, ബാക്കി കൂടി കേൾപ്പിക്കണം. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വിഷയത്തിൽ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. വിധി മുഴുവനായി വന്നതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ പറയാൻ അപ്പീൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് പ്രോസിക്യൂഷൻ അല്ല, അഡ്വക്കേറ്റ് മനീഷ. പ്രോസിക്യൂഷന്റെ ശുപാർശ പ്രകാരം സർക്കാർ അപ്പീൽ പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് സത്യത്തിൽ ഈ വിഷയം ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ തന്നെ ആത്മാർത്ഥമായി സംസാരിക്കുകയാണെങ്കിൽ വലിയ വിഷമവും വലിയ വിമർശനവും ഒക്കെ ഉണ്ട്. കാരണം മാധ്യമപ്രവർത്തനം ഒരിക്കലും ഇങ്ങനെയല്ല നടത്തേണ്ടത്. നമ്മൾ ഇന്നലെ പോലും ഇന്ന് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴും നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് മുഴുവനായി കാണിക്കാനോ അതിജീവിതയുടെ കേസിൽ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? അതിജീവിതയുടെ കേസിൽ ഇപ്പോൾ മനീഷ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു മാധ്യമപ്രവർത്തകരായ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ സർക്കാരിനെ പുകഴ്ത്തിയെന്ന് പറയുന്നു. ഈ അന്വേഷണം മുതൽ ഈ പ്രോസിക്യൂഷൻ നടപടികൾ, ഇപ്പോൾ ഈ ശിക്ഷാവിധി വരെ എത്തി നിൽക്കുന്ന ഈ കേസിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അത്യുജ്വലമായ പ്രകടനം കാഴ്ചവെച്ചു എന്ന അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. അതിൽ വിമർശനപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അത് ഫാക്ച്വലാണ്, അത് വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം സർക്കാരിനെ ഇക്കാര്യത്തിൽ വിമർശിക്കലോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എന്തെങ്കിലും അപാകത ഒന്നും പറയലോ പ്രോസിക്യൂഷൻ വീഴ്ച ഉണ്ടായെന്ന് പറയലോ ഒന്നല്ല. പ്രോസിക്യൂഷൻ വീഴ്ച ഉണ്ടായി, വ്യക്തിപരമായ അദ്ദേഹത്തിന് അജകുമാറിന് വീഴ്ച ഉണ്ടായെന്ന് പോലും ഞാൻ പറയുന്നില്ല. ഇതിലെ പ്രശ്നം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കേസ് എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളത് എൻ്റെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഈ കേസിൽ കാണാം. എൻ്റെ അഭിപ്രായ കാര്യത്തിൽ അതാണ്. ഈ വിഷയത്തിൽ സർക്കാരിനെ വിമർശിക്കലല്ല നിങ്ങളുടെ ലക്ഷ്യമെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണെന്ന് വളരെ വ്യക്തമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു അഭിഭാഷക എന്നുള്ള രീതിയിലാണ് സർക്കാരിനെ വിമർശിച്ചു എന്നാണ് മനീഷയുടെ ആരോപണമെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. അതല്ലായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളിൽ വിമർശിക്കുക ഞാൻ വസ്തുതയിലേക്ക് വരാം മനീഷ. ഞാൻ വസ്തുതയിലേക്ക് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. വസ്തുതയിലേക്ക് വരാം. അതായത് ഈ കേസ് അന്വേഷണം വളരെ ശരിയായ രീതിയിലാണ് ആദ്യം മുതൽ അവസാനം വരെ നടന്നതെന്ന് മനീഷയ്ക്ക് അഭിപ്രായമുണ്ടോ? പൂർണ്ണമായും ഉണ്ട്. കാരണം ഞാൻ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറായാൽ ഞാനത് വിവരിക്കാൻ തയ്യാറാണ്. കാരണം ഈ കേസ് ആദ്യമായി ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് IG-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുന്നു. പിന്നീട് ADGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലേക്ക് കൈമാറുന്നു. പിന്നീട് ഈ അതിജീവിതയുടെ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഈ ഗ്രൂപ്പ്, ഈ അന്വേഷണ സംഘത്തിൽ 17 പേരെ കൂടി ഉൾപ്പെടുത്തുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത അന്ന് തന്നെ 1-ാം പ്രതിയെ കരുതൽ തടങ്കലിലാക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ ഏതാണ്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ 3-ാം പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യപ്രതിയും വിജീഷും ഉൾപ്പെടെ, പൾസർ സുനിയും വിജീഷും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ 10 ദിവസം കൊണ്ട് തന്നെ ഈ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസാണിത്. ഏതാണ്ട് 30 ദിവസം മുഴുവൻ പ്രതികളെന്ന് ഞാൻ പറഞ്ഞത് 10 ദിവസം കൊണ്ട് തന്നെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള മുഴുവൻ പ്രതികളും അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസാണിത്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത്. 30 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള, നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള മുഴുവൻ പ്രതികൾക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചൊരു കേസാണിത്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിനകത്ത് എന്തെങ്കിലും അലംഭാവം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ കൂടിയും എനിക്ക് അങ്ങനെ പറയാൻ പ്രയാസമാണ്. കാരണം നമ്മൾ ഈ കേസിന്റെ നാൾവഴികളെല്ലാം കണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ കേസിൽ സമർപ്പിച്ചിട്ടുള്ള പ്രോസിക്യൂഷന്റെ എക്സിബിറ്റുകൾ നിങ്ങൾ അത് തന്നെ പരിശോധിച്ചാൽ മതി. ഏതാണ്ട് 1427 എക്സിബിറ്റുകളാണ് പ്രോസിക്യൂഷൻ ഈ കേസിനകത്ത് കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 142 തൊണ്ടി മുതലുകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 68ഓളം ഡോക്യുമെന്റ്സ് ആണ് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കേസിന്റെ ഒരു സ്വഭാവം തന്നെ പരിശോധിച്ചാൽ ഏതാണ്ട് 28 പേരോളം കൂറുമാറിയ ഒരു കേസാണെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഏറ്റവും ഈ നിമിഷം, ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വരുന്ന ഈ നിമിഷം വരെയും സർക്കാരും പ്രോസിക്യൂഷനും പ്രതിനിധികളും എല്ലാം എടുത്തിട്ടുള്ള നിലപാട് വളരെ കൃത്യമായെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ അവർക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി വന്നു എന്ന് നമുക്ക് ആധികാരികമായി പറയണമെങ്കിൽ സ്വാഭാവികമായും ആ വിധി പരിശോധിക്കാനുള്ള അവസരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട് കൺസിഡർ ചെയ്തിട്ടില്ല? ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നോ? ഇടയ്ക്ക് അവരെ മാറ്റിയിരുന്നോ? ഇതിന് ഈ അവസാന ഘട്ടത്തിൽ ഈ കേസ് അന്വേഷണത്തിൽ, അതായത് ബാലചന്ദ്രകുമാർ ഒരു സാക്ഷിയായി ഉയർന്നു വന്ന സമയത്ത് ഈ കേസൊക്കെ ആരാണ് അന്വേഷിച്ചത്? അതിന് നേതൃത്വം നൽകിയത്, മേൽനോട്ടം വഹിച്ചത് ആരാണ്? ഞാൻ അതിലേക്കൊക്കെ വരാം. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന്.
ഈ കേസിനകത്ത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായി എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ വിധി വന്നതിന് ശേഷം സർക്കാരും പ്രോസിക്യൂഷനും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ചർച്ചയുടെ തലക്കെട്ട് തന്നെ കൊടുത്തുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പരിശോധിച്ചാൽ കൃത്യമായി ഇതിനകത്തൊരു രാഷ്ട്രീയം മറഞ്ഞു കിടക്കുന്നതായും അത് വളരെ തെറ്റാണ് എന്നും വളരെ സത്യസന്ധമായി പറയേണ്ടി വരും. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കണ്ട വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ ഒന്നാണ് ഈ കേസ്. ഈ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് നമ്മളുടെ സമീപ കാലത്ത് കേരളവും ഇന്ത്യയും ഒക്കെ കണ്ട വളരെ റെയറായ കേസുകളിൽ ഒന്നാണ്. ഇങ്ങനെയൊരു കേസ് ഇവിടെ സംഭവിക്കുമ്പോൾ തന്നെ ആദ്യമായി ഒരു അതിജീവിത വിക്ടിം എന്ന ഒരു നമ്മളെല്ലാം വിക്ടിം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഒരു പെൺകുട്ടി അവൾ ഞാൻ ഈ സമൂഹത്തിന് മാതൃകയാവാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ സമൂഹത്തെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന മറ്റ് വിക്ടിമുകൾക്ക് ഞാൻ ഒരു പ്രേരണയാകും എന്നുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൾ സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പറയാൻ തന്നെ തുടങ്ങിയത് സർക്കാർ അവൾക്ക് നൽകിയ ഒരു വലിയ ഉറപ്പിന്റെ പുറത്താണ്. അവൾ തന്നെ പല തവണ സമൂഹ മാധ്യമങ്ങളുടെ ഒക്കെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്, എനിക്ക് ലഭിച്ചിട്ടുള്ളൊരു വലിയ ഉറപ്പാണ്, ആ ഉറപ്പിന് വലിയ കരുത്തുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ വസ്തുതയൊക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കേസിനകത്ത് എന്തോ വലിയ അലംഭാവം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ കേസിന്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞ ദിവസം കോടതി പ്രൊനൗൺസ് ചെയ്തപ്പോൾ തന്നെ, ഓർഡർ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഇന്ന് എഴുതി കാണിക്കുന്ന അതേ നിയമമന്ത്രി തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത് എന്താണ്, വിധിയെ വിമർശിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ ആണെങ്കിൽ അതിജീവിതയ്ക്കൊപ്പമാണ്, അതിജീവിതയ്ക്ക് പൂർണ്ണമായും നീതി കിട്ടുന്നത് വരെ സർക്കാർ ഒപ്പമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് റെലവൻസി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ മനീഷയോട് പറഞ്ഞിരുന്നു, അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയാതെ ഒരാളും ഈ വിഷയത്തിൽ സംസാരിക്കാറില്ല. ഞങ്ങൾ അതിജീവിതയ്ക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പബ്ലിക്കായിട്ട് ആരും പറയാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കും. അപ്പോൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്നൊരു സർക്കാർ പറയുന്നത് വലിയ കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത് അതിജീവിതയ്ക്ക് നൽകിയ ഉറപ്പ് സർക്കാർ പാലിച്ചോ എന്നാണ്. ഞാൻ മനീഷയോട് വളരെ പെർട്ടിനന്റായിട്ട് ചോദിച്ചിരുന്നു, ബി സന്ധ്യ ഇതിന്റെ ത്രൂ ഔട്ട് ഈ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നോ, ഇടയ്ക്ക് അവരെ മാറ്റിയില്ലേ ഒരു നിർണായക ഘട്ടത്തിൽ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിജീവിതയ്ക്ക് നൽകിയ ഉറപ്പ് സർക്കാർ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്. ഇത്തരം ഒരു കേസ് നമ്മുടെ ഈ കേരളത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കേസിനെ ഏത് രീതിയിലാണ് സർക്കാർ സംവിധാനങ്ങളും മറ്റും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ കാണേണ്ടത് എന്നതിന്റെ ഗൗരവം പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളും അന്വേഷണ സംഘവും ഒക്കെ ഈ കേസിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ അതാണല്ലോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള എവിഡൻസ് എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പിലുള്ള അവൈലബിൾ ആയിട്ടുള്ള രേഖ എന്ന് പറയുന്നത് ഈ കേസിനകത്ത് കോടതി മുമ്പാകെ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും ഒക്കെ സമർപ്പിച്ചിട്ടുള്ള രേഖകളാണ്. ആ രേഖ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും നമ്മളുടെ എല്ലാം വിമർശനം എന്താണ്. നമ്മുടെ വിമർശനം ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്കിപ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ വിഷയം ചർച്ചയാക്കുന്നത്. അപ്പോൾ ആ ഗൂഢാലോചന പൂർണ്ണമായും തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതിനെ ഞങ്ങൾ ഇനിയും അപ്പീൽ പോകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്താണ്, ഗൂഢാലോചന തെളിയിക്കാൻ ഇപ്പോഴും എന്തുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത രേഖകളെ ബഹുമാനപ്പെട്ട കോടതി അപ്രീഷിയേറ്റ് ചെയ്തില്ല, അതാണ് ചോദ്യം. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായി നമുക്ക് ജഡ്ജ്മെന്റ് കാണണം. പക്ഷേ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തൊക്കെ രേഖകൾ, എന്തൊക്കെ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കി, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു അജിംസ് അടക്കമുള്ള മാധ്യമപ്രവർത്തകരെല്ലാം ഈ കേസിലെ കുറ്റപത്രം നന്നായി തീർച്ചയായിട്ടും ആ ജഡ്ജ്മെന്റ് ലഭിക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ആ ജഡ്ജ്മെന്റ് പഠിച്ച് അത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. എന്താണ് കോടതി കണ്ടെത്തിയതെന്ന് തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. ശ്രീ സാലി, ഇവിടെ കോടതിക്ക് പല കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. കോടതിക്ക് ചില എന്താണ് പറയുക ഡിസ്ക്രിഷണറി പവറുകളുമുണ്ട് ഒരു പ്രതിക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഇത്രയും പ്രമാദമായൊരു കേസിൽ, ഈ കൂട്ടബലാത്സംഗ കേസിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്താൽ മതി എന്ന് കോടതിക്ക് തോന്നാൻ ഇടയായ നിയമപരമായ കാരണം എന്തായിരിക്കും? അതിനെപ്പറ്റി നമുക്കിപ്പോൾ കൃത്യമായ ഒരു മറുപടി അതിലിപ്പോൾ പറയാൻ നമുക്ക് കഴിയില്ല. കാര്യം ജഡ്ജ്മെൻറ്റ് കാണേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ തന്നെ 8ാം പ്രതിയെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത് അത് നമുക്ക് ഇപ്പോഴും അത് വ്യക്തമല്ല. ജഡ്ജ്മെൻറ്റ് അറിയാതെ എന്തുകൊണ്ട് ഇതിൽ 8ാം പ്രതി ഒഴിവാക്കി എന്നുള്ളത്. അതേപോലെ തന്നെ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ അപ്പോൾ ഇന്ന് കോടതി പറഞ്ഞതായിട്ട് ഞാൻ ചാനലുകൾ പലതിലും കണ്ടൊരു സംഗതി, 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ ഫസ്റ്റ് ഒഫൻഡേഴ്സാണ്. അവരുടെ പ്രായം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആ മിനിമം ശിക്ഷയിലൊക്കെ പോയി എന്നുള്ളതാണ്. പക്ഷേ ഇതിലെ 1ാം പ്രതിയായ ഇതിലെ മെയിൻ അക്യൂസ്ഡ്, അത് റേപ്പ് ഈ അതിജീവിതയ്ക്കെതിരെ നടത്തിയ ആൾ, ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നത്
അതിൻ്റെ വീഡിയോ പിടിക്കലും ഇതൊക്കെ ചെയ്തിരിക്കുന്ന പ്രധാന പ്രതി. അപ്പോൾ അയാളെ അവർക്കൊപ്പം അതേ ശിക്ഷ തന്നെ കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ഇനി ജഡ്ജ്മെൻറ്റ് കണ്ടെങ്കിലേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അതിൽ വേറൊരു ചെറിയൊരു സംഗതി കൂടെ ഇതിൽ കണ്ടത്, പ്രതികൾക്കെല്ലാം 50,000 രൂപ വീതം പിഴ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇതിൽ 6 പ്രതികളാണ്. അപ്പോൾ 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് ഒരു നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനെന്നുള്ള രീതിയിൽ കണ്ടു. അപ്പോൾ ഈ 6 പ്രതികളിൽ നിന്ന് 3 ലക്ഷം വരുമ്പോൾ അത് എങ്ങനെ 5 ലക്ഷത്തിലെത്തും എന്നുള്ളത് അതിനെപ്പറ്റി അറിയില്ല. ഇനി ബാക്കി പണം അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണോ എന്താ ഒന്നും അറിയത്തില്ല. അത് നമുക്കത് ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായും കാണാതെ ഇതിൽ ഒന്നും പറയാൻ സാധിക്കത്തില്ല. അത് അവർ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട്. പിന്നെ ഈ ശിക്ഷ എന്തുകൊണ്ടാണ് ഈ 20 വർഷത്തിൽ നിൽക്കുന്നതെന്നുള്ളതിനെപ്പറ്റി അത് വ്യക്തതയില്ല. അവർ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു അറിവുകൾ മാത്രമേ ഉള്ളൂ. ജഡ്ജ്മെൻറ്റ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിൽ ഈ കൂട്ടബലാത്സംഗ കേസുകളിൽ പരമാവധി ശിക്ഷ ജീവപര്യന്തം വരെ കൊണ്ടുപോകാനുള്ള ആ ഒരു സാധ്യത ഉള്ളതാണ്. ഇത് പ്രത്യേകിച്ച് ഇത്രയും സെൻസേഷണലായ ഒരു കേസിനകത്ത് അതെന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും നമുക്ക് അതൊരു പുകമറയല്ലാതെ വേറൊന്നുമില്ല. ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായിട്ടും കാണാതെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അത് അപ്പീൽ പോകുമെന്ന് പറയുന്നുണ്ട്. അത് എന്ത് കാരണത്താലാണ് അപ്പീൽ പോകുന്നതെന്നുള്ളതും ബാക്കി കാര്യങ്ങളെ പറ്റിയുള്ളൊരു വ്യക്തത വരാതെ ഇതിൽ അപ്പീൽ പോകാനുള്ള കാരണമായിട്ട് അഡ്വക്കേറ്റ് അജുകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കൂട്ടബലാത്സംഗ കേസിൽ നിയമം നിഷ്കർഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇത്തരം ഒരു കേസിൽ കോടതി നൽകിയിട്ടുള്ളത് എന്നുകൊണ്ടാണ്. അതെ, അത് ഈ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്തുകൊണ്ട് നൽകി എന്നുള്ളത് അത് ആ ജഡ്ജ്മെൻറ്റിൽ അതിനൊരു പരാമർശം ഉണ്ടാവും. ഇപ്പോൾ ഓരോ പ്രതികൾക്കെതിരെ ഇപ്പോൾ ഒരു അക്യൂറ്റൽ വന്നാൽ, ഇപ്പോൾ ഇതിൽ 8-ാം പ്രതിയോ അല്ലെങ്കിൽ 7, 8, 9, 10 പ്രതികളെ എന്തുകൊണ്ട് വിട്ടയച്ചു എന്നുള്ളതിന് അതിനുള്ളൊരു കാരണം കോടതി പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 1 മുതൽ 6 വരെ ഉള്ളതിൽ ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആയ എല്ലാ പ്രതികളുമാണ്. പക്ഷേ അതിൽ റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്നത് 1-ാം പ്രതി മാത്രമാണ്. അപ്പോൾ അയാൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്നും പറയുന്നുണ്ട്. ശിക്ഷകൾ വന്നിട്ടില്ല, പക്ഷേ പല കേസിലും അയാൾ പ്രതിയുമാണ്. അപ്പോൾ അയാൾക്കും ഈ ബാക്കി 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എന്തുകൊണ്ട് ഒരേ ശിക്ഷ തന്നെ വന്നു എന്നുള്ളത് അത് വ്യക്തമായിട്ടില്ല. അതിൽ ജഡ്ജ്മെൻറ്റിൽ എന്താണ് അതിനെപ്പറ്റി പരാമർശിക്കുന്നതെന്ന് അറിയാതെ നമുക്കത് ഒരു അന്തിമമായിട്ട് നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. ഏതായാലും ശിക്ഷ കുറവാണെന്നുള്ളത് ജനവികാരമാണ്. അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണ അവസ്ഥയിൽ വന്നപ്പോൾ ഇതിനകത്തുള്ള ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ ഫസ്റ്റിൽ ഇത് കേസ് അന്വേഷിച്ചിരുന്ന ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞ IG ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് B. സന്ധ്യ ADGP ഇതിനകത്ത് വന്നത്. അപ്പോൾ അവരൊരു കൂട്ടായ്മയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ദിനേന്ദ്ര കശ്യപ് എന്ന് പറയുന്ന ഓഫീസർ, ഞാൻ അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. വളരെ സത്യസന്ധനായ ഒരു നല്ല ഓഫീസറാണ് അദ്ദേഹം. അപ്പം ഒരു മാൽ പ്രാക്ടീസുകൾക്കോ മറ്റു കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ ഈ അന്വേഷണ സമയങ്ങളിൽ എന്തൊക്കെ ഇതിനകത്ത് പാളിച്ചകളുണ്ടായി അതൊക്കെ അത് മറ്റു കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ അതിന് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ ചാനലുകളിൽ വന്ന ചർച്ചകളും ജനങ്ങളുടെ ഇതിനകത്തുള്ള ഈ പിന്നെ രോക്ഷവും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പോൾ അത് ഏത് വിധത്തിലാണെന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവർക്കത് വിശദീകരിക്കാൻ സാധിക്കത്തില്ല. കോടതിയാണ് ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ഫ്രെയിം ചെയ്ത് കോടതിയുടെ മുമ്പിലാണ് എത്തുന്നത്. പോലീസിൻ്റെ ഈ ഇത്രയും അന്വേഷണത്തിൻ്റെ ഈ പറഞ്ഞ നേരത്തെ ഇവിടെ സംസാരിച്ച അഭിഭാഷക പറഞ്ഞ പോലെ റെക്കോർഡുകളും ബാക്കി തൊണ്ടി മുതലുകളും സാക്ഷിമൊഴികളും ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ട് അതിൽ നിന്ന് ഇത് പ്രതികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നുള്ളതിനെപ്പറ്റി തീരുമാനിക്കാനുള്ള അധികാരം ജഡ്ജിക്കാണുള്ളത്. അത് ജഡ്ജി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ജഡ്ജ്മെൻറ്റ് വായിക്കേണ്ടി വരും. അത് വായിക്കാതെ നമുക്കതിന് ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് പറയാൻ സാധിക്കില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, ഈ 8-ാം പ്രതിയുടെ അക്യൂറ്റലിനെതിരെ വലിയ തോതിലുള്ള സാമൂഹിക വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ ചർച്ച തീരുന്നതിന് മുമ്പ് ആ അക്യൂറ്റൽ ജഡ്ജ്മെൻറ്റ് നേരത്തെ ചോർന്നതാണ് എന്നൊരു പരാതി ഹൈക്കോടതിയുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. അപ്പോഴാണ് ഈ ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധിന്യായം വരുന്നത്. ആ വിധിപ്പകർപ്പ് ഇപ്പോൾ ഇത്രയും മണിക്കൂറായിട്ടും ലഭ്യമല്ല, പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല. അതിൻ്റെ ഹാർഡ് കോപ്പി അഭിഭാഷകർ കൈമാറുമെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. അത് അപ്ലോഡ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് തോന്നുന്നു കോടതി. അതിന് പല കാരണങ്ങളും ഉണ്ടാവും, സ്വകാര്യത പോലുള്ള പല കാരണങ്ങളും ഉണ്ടാവും. ഏതായാലും ആ വിധിന്യായം വലിയ തോതിലുള്ള ഒരു പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാകുമോ അത് അപ്ലോഡ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക? ഇല്ല, അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല. നോക്കൂ, നിർഭയ കേസിലെ വിധിയും കത്വ കേസിലെ വിധിയും
ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ വിധിയും ഇതിനെക്കാട്ടും ഇതൊരു സിനിമാ നടിമാർക്കോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള വിക്ടിംസിനോ മാത്രം പ്രത്യേക നിയമമൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ടും എക്സ് 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 വേഴ്സസ് പിന്നെ എന്താണ് ഇന്ന ആൾ എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന കേസിൽ സ്വാഭാവികമായിട്ടും പറയാറുള്ളത്. ഇത് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് പൾസർ സുനിയാണ്. അതായത് സുനിൽ NS പൾസർ സുനി 118 SC നമ്പർ 118 2018 അപ്പം സ്വാഭാവികമായിട്ടും അതിൽ എല്ലാവിധ സ്വകാര്യതയും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളൊരു നിഷ്കർഷയുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സിനിമാ നടിമാരോ സിനിമാ മേഖലയിലുള്ള ആളുകളോ സെലിബ്രിറ്റികളോ ഇതിൽ പ്രതികളായി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. എന്നാൽ നൺസോ അതായത് കന്യാസ്ത്രീകളോ ഒക്കെ ആയാൽ ഒക്കെ ചെയ്യാം എന്നുള്ള അങ്ങനെയൊന്നും ഒരു നിഷ്കർഷയില്ല. അതെനിക്ക് സാങ്കേതികമായിട്ട് എന്തെങ്കിലും തരത്തിൽ അത് ഈ പറയുന്ന 2000-ഓ 3000-ഓ ഒക്കെ പേജുകളുള്ളത് 1700 ഞാൻ ചില ഇതിൽ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സാങ്കേതികത മാത്രം. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുറത്തു വിടരുതെന്ന് സുപ്രീം കോടതിയുടെ നിഷ്കർഷയുള്ള അല്ലെങ്കിൽ നിയമത്തിന്റെ നിഷ്കർഷയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാനോ ഉള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത്. ശ്രീത്ത്, ഈ ശിക്ഷാവിധിയെ ശ്രീത്ത് എങ്ങനെ കാണുന്നു? ഈ കൂട്ടബലാത്സംഗത്തിന്റെ മിനിമം ശിക്ഷ കൊടുത്തത് ശരിയായോ? തീർച്ചയായിട്ടും അതിലെ ഒരു ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ്. അതായത് മുകൾ കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കോടതികൾ പൊതുബോധത്തെ, ഞാൻ കോടതികളെ നേരിട്ട് ആക്രമിക്കുന്നതല്ല, എന്നാൽ പോലും അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ചില കേസുകളിൽ എല്ലാം ഡെത്ത് പെനാൽറ്റി, ചില സമീപകാല ജുഡീഷ്യൽ ട്രെൻഡാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ഡെത്ത് പെനാൽറ്റി. സെൻസേഷണലായ ഒരു മാറ്ററാണോ പിന്നെ പൊതുജനം വളരെ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ഈവൻ സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വലിയ സ്വാധീനം പോലും ഉണ്ടായിട്ടുള്ള കേസുകളിലൊക്കെ ഡെത്ത് പെനാൽറ്റി. അത് 10 പേരുണ്ടെങ്കിൽ 20 പേരുണ്ടെങ്കിലൊക്കെ ഡെത്ത് പെനാൽറ്റി. അപ്പം ഇത്തരം വളരെ പൊതുബോധത്തെ പൊതുബോധത്താൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന പല കേസുകളും വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലോടുകൂടെ 8 വർഷവും 9 മാസവും 25 ദിവസവും എടുത്തുകൊണ്ട് 20 ദിവസവും എടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിന്റെ കാര്യകാരണ സഹിതം കംപ്ലീറ്റ് റീസണിങ്ങോട് കൂടെ, അതായത് അപൂർവത്തിൽ അപൂർവമായ ഒരു കേസായി കോടതിക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ശ്രീജിത്ത്, അപൂർവത്തിൽ അപൂർവമായ ഒരു കേസായി തോന്നിയിട്ടുണ്ടാവില്ല. അല്ല, ആ ഡോക്ടറിന് അപ്ലിക്കബിലിറ്റി ഇല്ലല്ലോ സാർ. അങ്ങനെ ഒരു ഡോക്ടറിന് ഇതിൽ അപ്ലിക്കബിൾ അല്ല. ഡെത്ത് പെനാൽറ്റി വരുന്ന കേസുകളിൽ മാത്രമാണ് ബച്ചൻ സിംഗ് കേസ് പറഞ്ഞിട്ടുള്ളത്. ഈ അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമേ വധശിക്ഷ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത്. ജീവപര്യം എന്ന് പറയുന്നതാണ് റൂൾ. ലൈഫ് ഇംപ്രിസൺമെന്റ് ഇസ് ദ റൂൾ. അതാണ് റൂൾ. അത് കൊടുക്കാം. അതിന് ഈ ഡോക്ടറിന് അപ്ലിക്കബിളേ അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ക്രൈമിന്റെ തീവ്രത കുറവാണ് എന്ന് തോന്നിക്കാണോ? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വളരെ ഈ ക്രൈമിന്റെ തീവ്രത എന്നൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഞാൻ ഒരു അഭിഭാഷകനായി നിന്നുകൊണ്ട് എനിക്ക് പറയുന്നതിൽ പരിമിതികളുണ്ട്, പക്ഷെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, പാർലമെന്റ് ആക്രമണ കേസിൽ അഫ്സൽ ഗുരുവിനെ പ്രതി ചേർത്തു. അഫ്സൽ ഗുരു പ്രതിയായി. എന്നാൽ അഫ്സൽ ഗുരു കൊടുത്തിട്ടുള്ള പല മൊഴികൾ പോലും രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. കോടതികൾ ഇവൻ രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ അഫ്സൽ ഗുരുവിനെ നമ്മൾ രായ്ക്ക് രായ്മാനം തൂക്കിലേറ്റി ബോഡി പോലും ആ ഭാര്യയ്ക്കോ കുഞ്ഞു മക്കൾക്കോ കാണാതെ പിന്നെ തീഹാർ ജയിലിന്റെ ഏതോ ഒരു കോണിൽ കുടിച്ചു മൂടി. ഇന്നും കാണാനായിട്ടില്ല അവർക്ക്. അതിനുശേഷം ഇതിന്റെ രാഷ്ട്രപതി, അതായത് ദയാഹർജി പോലും തള്ളിയിട്ടുള്ള രാഷ്ട്രപതി മുന്നിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞു, തനിക്കൊരു തെറ്റുപറ്റി, അതിൽ കൃത്യമായിട്ടുള്ള ട്രയൽ നടന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ തീവ്രത. പിന്നെ അതുപോലെ തന്നെ നമ്മളറിയാം, തെലങ്കാനയിൽ ഒരു മൃഗ ഡോക്ടറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ 5 പ്രതികളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു. അന്ന് ഇവിടെയും പൂമാലയിട്ട് പടക്കം പൊട്ടിച്ചാഘോഷിച്ചു, ഗർഭം കലക്കി പൊട്ടിച്ചാഘോഷിച്ചു. ആൾക്കൂട്ട ആക്രമണമായിരുന്നു. പിന്നീട് എന്താണ് അതിൻ്റെയൊക്കെ തെളിവുകളായിട്ട് വന്നിട്ടുള്ളത്? അതിൽ പിതാവിന്റെ പോലും മൊഴികളുണ്ടായി. വലിയൊരു ലാപ്സ് പിന്നെ ഈ കോപ്സിന്റെ ഭാഗത്ത് നിന്ന്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത്. അതുപോലെ തന്നെ നിർഭയ കേസ്, കത്തുവ കേസ്, ഈ കേസിലൊക്കെ അപ്പം തീവ്രതകളൊക്കെ ഉണ്ട്. അത് പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഈ കേസിൽ തീവ്രത ഇല്ലാത്തതല്ല പക്ഷം
ആ ജഡ്ജിന്റെ, പ്രിസൈഡിംഗ് ജഡ്ജിന്റെ നിഷ്പക്ഷതയാണ് പ്രശ്നം. അത് ഇത്രയും നല്ലൊരു ജുഡീഷ്യൽ ഓഫീസർ, ഇന്നേ വരെ അവരുടെ ഈ പറയുന്ന കരിയറിൽ ഒരു റിമാർക്ക് ഇല്ലാത്ത ഒരു ഓഫീസറാണ്. അവരെ വേട്ടയാടിയില്ലേ? ഞാൻ പറയുന്നു, ഈ കേസിൽ 2 പേർക്ക് ഇന്ന് നീതി ലഭിച്ചു. 2 അതിജീവിതമാർക്ക് നീതി ലഭിച്ചു. അതിലൊന്ന് നമ്മൾ പറഞ്ഞ പോലെ റിമാർക്കില്ല എന്ന് പറയുമ്പോൾ ഒരു കേസിൽ കംപ്ലൈനന്റ് അല്ലെങ്കിൽ ഒരു പ്രധാന സാക്ഷി ഈ ജഡ്ജിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നിലധികം തവണ മേൽക്കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ സാധാരണ രീതിയിൽ ജഡ്ജിമാരെന്താ ചെയ്യുക? അത്തരം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമ്പോൾ ഞാൻ ഈ കേസ് ഒഴിയുകയാണെന്ന് പറയും. ഇതിലങ്ങനെ ഒഴിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഉയർന്ന ധാർമ്മികത ഈ കോടതി കാണിച്ചിട്ടില്ല. അത് നിയമപരമായിട്ടുള്ള ഒരു അജ്ഞതയാണ് താങ്കളുടേത്. കാരണം ഈ എത്രയൊക്കെയോ അഭിഭാഷകർ, എത്രയൊക്കെയോ സാക്ഷികൾ, എത്രയൊക്കെയോ അതിജീവനന്മാർ ഇവരൊക്കെ പറയുന്ന റുട്ടീനായിട്ട് കോടതികളിൽ, ട്രയൽ കോടതികളിൽ പറയുന്നതാണ് ഇവരെ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇവർ ബയാസ്ഡ് ആയിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഈ പറയുന്ന അഭിഭാഷകർ എന്നൊക്കെ. ഇതൊക്കെ റുട്ടീനായിട്ട് വരുന്ന ആരോപണങ്ങളാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ അതിജീവിതയാണെന്ന് പറഞ്ഞു വന്നത് ഇതുകൊണ്ടാണ്. അതായത് കേട്ട് കേൾവി ഇല്ലാത്ത വിധം ഈ പറയുന്ന 1971 കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് നിലനിൽക്കെ അത്രയും കണ്ട് സൈബർ ആക്രമണങ്ങൾക്ക്. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ അതിജീവിത എന്ന് പറയുന്നത് ഇത്രയും ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈമിന്റെ ഇരയാക്കപ്പെട്ടിട്ടുള്ള, അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 120B ക്രിമിനൽ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിലെ ഇര, ഇന്ന് 20 വർഷം എല്ലാ പ്രതികൾക്കും കിട്ടിയിട്ടുള്ള അതിലെ ഇര, ആ നടി, അവരോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെടുന്നു. ഇനി വലിയ ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് മേൽക്കോടതികളെ സമീപിക്കാം, അപ്പീലുകൾ പോകാം, അവസാനം ക്യൂറേറ്റീവ് പെറ്റീഷൻ പോലുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാം. ഏറ്റവും അവസാനത്തെ റിസോർട്ടാണ് അത്. അപ്പോൾ അവിടെ വരെ പോകാനുള്ള ഇതുകൊണ്ട് അതിന് പൂർണ്ണ പിന്തുണയും ഈ പൊതുസമൂഹവും നമ്മളും നൽകുന്നു. രണ്ടാമത്തെ ഇര എന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ജഡ്ജാണെന്നേ. ഈ പ്രിസൈഡിംഗ് ജഡ്ജിന് ഫ്രം ദ ഡേ 1 തൊട്ട് ഈ കോടതിക്കുള്ളിലും കോടതിക്ക് പുറത്തും സൈബർ ലോകത്തും നേരിടേണ്ടി വന്നിട്ടുള്ള ആക്രമണങ്ങൾ ചില്ലതാണോ? അവരുടെ ഭാര്യ, അവരുടെ ഭർത്താവ്, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബം, 2 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസ്, അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആക്രമണം, പൊളിറ്റിക്കലായിട്ടും അല്ലാതെയൊക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണം. അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ അതിജീവിതയുടെ വക്കാലത്തെടുത്ത് പ്രോസിക്യൂഷനൊപ്പം അതിജീവിതയെ കോടതിയിൽ സഹായിച്ചിട്ടുള്ള വക്കീൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ജഡ്ജി ആരാണെന്നോ, ജഡ്ജിയുടെ വേറബിൾസ് എന്താണെന്നോ, അവരുടെ പോർട്ട്ഫോളിയോ എന്താണെന്നോ ഈ സമൂഹത്തിന് അറിയില്ലായിരുന്നു. ആ സമൂഹത്തെ അറിഞ്ഞത് എങ്ങനെയാണ്? ഇതിൽ 8ാം പ്രതിയുടെ ഫോൺ പോലീസ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നൊരു ശബ്ദരേഖ കിട്ടുന്നു. ജഡ്ജിയുടെ ഭർത്താവ് എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്നും അയാൾക്കെതിരെ 2019 ഒരു കേസുണ്ടെന്നും, ഒരു കസ്റ്റഡി മരണ കേസുണ്ടെന്നും, അത് നമുക്ക് ലിവറേജ് ആവുമെന്നും പറയുന്ന ഒരു ശബ്ദ സംഭാഷണം പുറത്തു വരുന്നു. അതല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇതുവരെ പുറത്തു വരാത്തൊരു വിധിയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ശബ്ദരേഖ, അതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് എവിടെ നിന്ന് ചോർന്ന് കിട്ടി ഇത്തരത്തിലൊരു കാര്യം? ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തിപരമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അറിയാം. അല്ല, അത് വിധിയിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് വിധിയിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വിധിയിൽ വരണമല്ലോ, വിധിയിൽ വരണം, അല്ലെങ്കിൽ കോടതി പറയണം. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, ഗ്യാഗ് ഓർഡർ ഉള്ള ഒരു കേസിന്റെ ഇത്രയും വലിയ ഒരു തെളിവ് എന്ന് താങ്കൾ പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിവാണെന്നുമല്ല പറഞ്ഞത്. താങ്കൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഈ ജഡ്ജി ആക്രമിക്കപ്പെട്ടു, മാധ്യമ വിചാരണ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇതിനൊക്കെ ഇടയാക്കിയ സാഹചര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ അതിജീവിത 1ലധികം തവണ മേൽക്കോടതിയെ സമീപിക്കുന്നു. ഈ പ്രിസൈഡിംഗ് ജഡ്ജിയുടെ കുറിച്ചുള്ള വ്യക്തിപരമായ വിവരങ്ങളാകുന്ന ശബ്ദരേഖ പുറത്തു വരുന്നു. അത് മാധ്യമങ്ങൾ കൊണ്ടുപോയി തപ്പിയെടുത്തതല്ലോ. അല്ലല്ല, മാധ്യമങ്ങൾ കൊണ്ടുപോയി തപ്പിയെടുത്തതിനൊക്കെ കൃത്യമായിട്ട് തെളിവുണ്ടെന്നേ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 3ഓളം കേസ് പെൻഡിങ്. ഇന്ന് തന്നെ ഈ കോടതിയുടെ ജഡ്ജ്മെന്റ് പറഞ്ഞതിന് ശേഷം ഉടൻ കോടതി പരിഗണിച്ചത് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെയും ഈ പറയുന്ന മലയാള മാധ്യമങ്ങളുടെയൊക്കെ കോടതി അലക്ഷ്യ കേസുകളാണ്. അത് 18ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ട. നിങ്ങളുടെയൊക്കെ കേസുകൾ പെൻഡിങ്ങാ. നിങ്ങളൊക്കെ ഈ പറയുന്ന ഇതിലെ മെറ്റീരിയൽ എവിഡൻസുകൾ ഗ്യാഗ് ഓർഡറിലുള്ള, അത് ഞാൻ മീഡിയ വണിനെ കുറിച്ചല്ല ഞാൻ പറയേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ അതിജീവിച്ച ഈ പറയുന്ന പ്രിസൈഡിംഗ്, ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് 2ാമത്തെ അതിജീവിതയാണെന്ന് അവർക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി സാധിച്ചില്ലേ? അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു പക്ഷേ ഇതൊന്നും താങ്ങാൻ പറ്റാത്ത ഒരു സ്ത്രീ, അവരൊരു മനുഷ്യനാണെന്നേ, ഏലിയനൊന്നും അല്ലല്ലോ, അവരൊരു മനുഷ്യ സ്ത്രീയാണെന്നേ, അവരിതൊക്കെ തരണം ചെയ്തിട്ടല്ലേ ഈ ഒരു വിധിയിലേക്ക് വന്നത്? അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു? അവർ ഒരു 5-6 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, ഓപ്പൺ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അജൻസി ശ്രദ്ധിച്ചായിരുന്നു. എന്താ പറഞ്ഞത്? ആദ്യത്തെ വരി എന്ന് പറയുന്നത് ഇതൊരു സെൻസേഷണൽ മാറ്റർ ആയിരുന്നു, ഒരു സെൻസേഷൻ ഇതിലുണ്ട്,
ഒരു വൈകാരികത ഇതിലുണ്ട്. പക്ഷെ കോടതികൾ വൈകാരികത മുൻനിർത്തിയല്ലോ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വിധി പറയേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞു, ബച്ചൻ സിംഗ് കേസിലെ വിധി തന്നെ പറഞ്ഞത് അഗ്രിവേറ്റിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഞങ്ങൾക്ക് പരിഗണിക്കണം. അഗ്രിവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ഒരു കേസിൽ, ഒരു ക്രിമിനൽ കേസിൽ അത് രേഖയുടെയും തൊണ്ടിയുടെയും വാദങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് വരും. അതായത് ഏതൊക്കെ തരത്തിൽ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അയാളുടെ ഒരു ഇന്റൻഷൻ, മോട്ടീവ് എല്ലാം ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ അഗ്രിവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷന് സാധിക്കും. പക്ഷേ അപ്പോഴും അയാളെ കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ശിക്ഷാവിധിയിലേക്ക് വരുന്ന സമയത്ത് യു ഹാവ് ടു കൺസിഡർ ദ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് ഓർ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദി അക്യൂസ്ഡ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ്? ആ പ്രതിയുടെ ഏതെങ്കിലും രീതിയിൽ ശിക്ഷ കുറച്ചു കൊടുക്കാൻ പറ്റുന്ന, ലഘൂകരിക്കാവുന്ന സാഹചര്യങ്ങൾ പരിഗണിക്കണം. അതാണ് സെറ്റിൽഡ് ലോ. ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാ? ഏറ്റവും ആദ്യം അദ്ദേഹത്തിന്റെ പ്രായം, ഏതെങ്കിലും തരത്തിൽ ഒരു റിഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ, അദ്ദേഹം ഈ ചിന്തകളിൽ നിന്ന് മാറി നല്ലൊരു മനുഷ്യനായി വരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. അതാണ് റിഫോർമേറ്റീവ് സാധ്യത വെച്ചിട്ടുള്ള പ്രായം എന്ന് പറയുന്നത്. രണ്ടാമത് ക്രിമിനൽ ആന്റിസിഡൻസ്, ഏതെങ്കിലും രീതിയിൽ മുൻകാലങ്ങളിൽ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ കൺവിക്ഷനോ പ്രതിചേർക്കലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. മൂന്നാമത് സാമൂഹിക സാഹചര്യം. നാലാമത് കുടുംബപരമായിട്ടുള്ള സാഹചര്യം. അഞ്ചാമത് വിദ്യാഭ്യാസപരമായിട്ടുള്ള സാഹചര്യം. ആറാമത് സാമ്പത്തികപരമായിട്ടുള്ള സാഹചര്യം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി ഈ കാലയളവിലൊക്കെ പറഞ്ഞിരിക്കുന്ന വിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രിസൈഡിംഗ് ജഡ്ജി വിധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ ചോദ്യം ചെയ്യില്ലേ ജഡ്ജിനെ? തീർച്ചയായിട്ടും നമ്മൾ ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം, കോടതി കണ്ടെത്തിയ യുക്തി എന്താണെന്നതിന് ശേഷം അതിലേക്ക് പോവുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ശ്രീജിത്ത്, ഈ കേസ് അന്വേഷണം തന്നെ എത്രമാത്രം ദുഷ്കരമായിരുന്നുവെന്നും അത് ഏതൊക്കെ ഘട്ടങ്ങളിൽ പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടതെന്നും പ്രോസിക്യൂഷൻ തന്നെ പ്രതിസന്ധിയിലായിട്ടുണ്ടെന്ന് നമുക്കറിയാം. കേസിൽ ഇങ്ങനെ ഒരു കേസിൽ വിധി നമ്മുടെ മുമ്പിലില്ല, വിധി നമ്മൾ ആരും വായിച്ചിട്ടില്ല, എങ്കിൽ പോലും ഒരു അപ്പീലിൽ ഉള്ള ഒരു വിജയസാധ്യത എത്രത്തോളമായിരിക്കും? അല്ല, അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സുജിത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തൊന്നും ലീഗൽ പൊസിഷനാണ്, അതിനൊന്നും നമുക്ക് യാതൊരു ഡിസ്പ്യൂട്ടുമില്ല. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയാലും ശരി, പ്രതിക്ക് അനുകൂലമായ പ്രിസംപ്ഷൻ ആയാലും ശരി, നമ്മൾ ഫോളോ ചെയ്യുന്ന അക്യൂസ്റ്റേരിയൽ സിസ്റ്റം. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വിക്ടിമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെ വിറ്റ്നസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വലിയൊരു ക്രിമിനൽ ലോയിലെ വലിയൊരു ബ്രാഞ്ച് ഇപ്പോൾ ഇവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. കാരണം പലപ്പോഴും നമ്മൾ പ്രതികളുടെ അവകാശങ്ങളെക്കുറിച്ച്, ഞാൻ ഉൾപ്പെടെ ഒരു പ്രതിഭാ അഭിഭാഷകനാണ്, സംസാരിക്കുമ്പോൾ പോലും ഈ വിക്ടിംസിന് അല്ലെ വിറ്റ്നസിന് ഉള്ള അവകാശങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല എന്നുള്ളത് ഒരു വലിയൊരു വിരോധാഭാസമാണ്. അപ്പോൾ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള, ഈ സാക്ഷികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കുന്നത് വലിയ ഒഫൻസായി, അങ്ങനെ ഒരു സിസ്റ്റവും കൂടി ഇതിന്റെ മറുതലക്കൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, സുപ്രീം കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകൻ തന്നെ സാക്ഷികളെ സ്വാധീനിച്ചതിന് കേസിൽപ്പെട്ട സംഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു സിസ്റ്റം ഇപ്പോൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ. ഈ കേസിലെ സംബന്ധിച്ച് പറയുകയാണ്, ഈ കേസിന്റെ വിധിയെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ വിധിക്കാനുള്ള അവകാശമൊക്കെ കോടതിക്കുണ്ട്, യാതൊരു സംശയവുമില്ല. കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് അതെല്ലാം. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ആദ്യമായിട്ടാണ് ഒരു കേസ് നമ്മുടെ കേരള സമൂഹത്തിൽ വെറുതെ വിടുന്നത്. എത്രയേറെ സെൻസേഷണൽ കേസുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ, അവസാനം ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് വരെ, അതിനു മുമ്പ് എറണാകുളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച, എറണാകുളത്തെ ഏറ്റവും വലിയൊരു സിനിമാ നിർമ്മാതാവ് പ്രതിയായിട്ടുള്ള ഒരു കേസ് വെറുതെ വിട്ടിട്ടില്ലേ? കേരളത്തിൽ പല സ്ഥലങ്ങളിലും എത്രയെത്ര സെൻസേഷണൽ കേസുകൾ ഇതിനു മുമ്പും വെറുതെ വിട്ടിട്ടുണ്ട്. അത് ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ടിന്റെ, കാരണം സംശയത്തിന്റെ ആനുകൂല്യം നൽകിയും മറ്റു നിയമത്തിന്റെ പഴുതുകൾ നൽകിയും കേസ് അപ്പോഴൊന്നും ഉണ്ടാകാത്ത വിവാദം എന്താണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ഇപ്പം നമ്മൾ ഒരു വൺ സൈഡഡ് ആയിട്ടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അപ്പോഴൊന്നും ഒറ്റ മറുപടിയേ ഉള്ളൂ. ഏറ്റവും നിയമത്തിലെ പ്രധാനപ്പെട്ട ലിഖിതമായൊരു ജസ്റ്റിസ് ഇസ് നോട്ട് ഓൺലി ബി ടു അപ്പിയേഴ്സ് ടു ബി ഡൺ. നിയമം നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് കൂടി വേണം. അതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം. അതാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ കേസിനെ വിവാദമാക്കിയത്. അല്ല, ഈ കേസ് വെറുതെ വിടാനൊക്കെ കോടതിക്ക് അവകാശമുണ്ട്. മോഡ് ഓഫ് അപ്രീസിയേഷൻ, കാരണം മോഡ് ഓഫ് അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ്, അതാണ് അപ്പീൽ പോകാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യൻ ക്രിമിനൽ സിസ്റ്റത്തിൽ ഒരു എവിഡൻസ് എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്? മോഡ് ഓഫ് അപ്രീസിയേഷൻ ഓഫ് എവിഡൻസിന് ലിഖിതമായ അളവുകോലൊന്നുമില്ല, സ്കെയിലൊന്നുമില്ല. കാരണം ഒരു സാക്ഷി പറഞ്ഞാൽ ആ സാക്ഷിയുടെ മൊഴി എങ്ങനെയാണ് നമ്മൾ സത്യമാണെന്ന് കണ്ടെത്തുന്നത്, ദൃക്സാക്ഷിയാണെങ്കിൽ പോലും. അപ്പോൾ ഇത്
സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഒരു വിധി, സെഷൻസ് ജഡ്ജിയുടെ വിധി സ്വാഭാവികമായിട്ടും അപ്പീൽ ചലഞ്ച് ചെയ്യപ്പെടുന്നത്. ആ അപ്പീൽ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ മാറിയിട്ടുള്ള സന്ദർഭം എത്രയേറെ വെറുതെ വിട്ട പ്രതികളെ, ഇപ്പോൾ ഈയിടെ ഒരു പ്രധാനപ്പെട്ട കേസിൽ വെറുതെ വിട്ട 5 പ്രതികളെ ശിക്ഷിച്ചില്ലേ ഹൈക്കോടതി തന്നെ. ഈ അടുത്ത് വേറൊരു കേസിൽ 8 പ്രതികളെ, ഇവിടെ കോട്ടക്കല് 8 പ്രതികളെ വെറുതെ വിട്ട പ്രതികളെ നേരിട്ട് വിളിച്ചു വരുത്തി ഹൈക്കോടതി തന്നെ ആദ്യമായി അവരുടെ ശിക്ഷയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്യാതെ അവരെ വീണ്ടും 313 എടുത്തുകൊണ്ട് അവരെ ശിക്ഷിച്ച സംഭവം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നമുക്കിതെല്ലാം ചലഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പ്രൊവൈഡഡ് ഈ കേസിൽ ഈ പറയുന്ന കോൺസ്പിറസി സംബന്ധിച്ച് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം. കാരണം തെളിവുകൾ സമാഹരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം പ്രോസിക്യൂഷൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ അന്ന് ശ്രീജിത്തിനോടൊപ്പം തന്നെ ഞാൻ എത്രയോ ഇതിൻ്റെയൊക്കെ ചർച്ചകൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ചർച്ചയിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ളവരാണ്. അന്നും ഞാൻ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. അതേ ആശങ്ക ഞാൻ ഇന്നും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിൽ എത്രത്തോളം ആ തെളിവുകൾ കാരണം 120B എന്ന് പറയുന്നത് വലിയ ബർഡനാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം. ആ ബർഡൻ പ്രത്യേകിച്ചും സംഭവത്തിൽ കൃത്യത്തിൽ പങ്കെടുക്കാത്ത ഒരു പ്രതിക്കെതിരെ ഒരു 120B ഒക്കെ ആരോപിക്കുമ്പോൾ ആ 120B തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ പോലീസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവരണം. അങ്ങനെയുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രതിയെ കുറ്റക്കാരൻ അതിൽ എത്രത്തോളം സമാഹരിക്കാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? അത് ഈ ജഡ്ജ്മെന്റ് പുറത്തു വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചൊരു കൺക്ലൂഷൻ എത്താൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ഈ കേസിന്റെ ആദ്യ അന്വേഷണ കാലയളവ് മുതൽ തന്നെ സംശയം ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം ഇതിൽ എത്രത്തോളം 120B ഈ പറയുന്ന 8ാം പ്രതിയെ കണക്ട് ചെയ്യാനുള്ള തെളിവുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതിന്റെ രണ്ടാമത് പുനരന്വേഷണം ഉണ്ടായപ്പോഴാണ് കുറേയേറെ തെളിവുകൾ സമാഹരിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യവും ബാലേന്ദ്രകുമാർ ഈ സെക്കൻഡ് ഫേസ്, ഈ കേസിൽ 2 ഫേസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഫേസിൽ ഏതാണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഇതിന്റെ സെക്കൻഡ് ഫേസ് എന്നുള്ള രീതിയിൽ ബാലേന്ദ്രകുമാർ വരികയും കുറെ വെളിപ്പെടുത്തലുകൾ വരികയും അത് സംബന്ധിച്ച് കുറെ അന്വേഷണം നടക്കുകയും പിന്നീട് കുറേയേറെ കാര്യങ്ങൾ ഈ കേസിൽ വരികയൊക്കെ ചെയ്ത സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. കാരണം അപ്പീൽ ഹൈക്കോടതിയിൽ പോകുമ്പോൾ തെളിവ് സമാഹരണം എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യമാണല്ലോ പ്രിയദർശൻ തമ്പി. തെളിവ് സമാഹരിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലോ. ഈ തെളിവ് സമാഹരിക്കേണ്ട വളരെ നിർണായകമായ, അങ്ങ് തന്നെ സൂചിപ്പിച്ച വളരെ നിർണായകമായ രണ്ടാം ഘട്ടത്തിൽ തീർച്ചയായിട്ടും ബാലചന്ദ്രകുമാർ അപ്പിയർ ചെയ്തതിനു ശേഷം ഈ അന്വേഷണം എങ്ങനെ പോയി എന്നാണ് താങ്കൾ കാണുന്നത്? അല്ല, ബാലേന്ദ്രകുമാർ വന്നതിന് ശേഷം ഈ കേസ് അല്ലെങ്കിൽ ഈ കേസിലെ പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നതിന് ശേഷം ഈ കേസ് വലിയ രീതിയിൽ നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി പുരോഗമിച്ചു എന്നാണ് ഞാൻ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായൊക്കെ പലപ്പോഴും സംസാരിച്ചതിൽ വന്ന് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പക്ഷേ അതിൻ്റെ അവസാനം ഇങ്ങനെയായി. അതിൽ വിധിന്യായം പരിശോധിക്കുകയാണെങ്കിൽ, വിധിന്യായം വായിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് ഒരു കാര്യം എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ അപ്രീസിയേഷൻ ഉണ്ടായിട്ടുള്ളത്, അതിലെന്തെങ്കിലും പാവപ്പിഴ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പീലിൽ പോകുമ്പോൾ അത് പരിശോധിക്കണം എന്ന് ഈ പ്രോസിക്യൂഷന് ആവശ്യപ്പെടാൻ കാരണം സ്റ്റേറ്റ് എന്തായാലും അപ്പീൽ പോകും, അതിജീവിതയും പോകാൻ ഞാൻ പ്രോസിക്യൂഷനെ പറ്റി അല്ല ചോദിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി ബാലചന്ദ്രകുമാർ വന്ന് ഒരു വെളിപ്പെടുത്തൽ നടന്നു. അദ്ദേഹം ആദ്യം കത്തെഴുതുന്നത് ബി സന്ധ്യയ്ക്കാണ്. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് തെളിവടക്കം കൈമാറുന്ന ഒരു കത്ത്. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത്. അപ്പോൾ ആഭ്യന്തരമന്ത്രിക്കും ഒരു മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥയ്ക്കും അദ്ദേഹം തെളിവും കത്തും കൈമാറിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണണമെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടാവില്ലേ? അല്ല, അദ്ദേഹം കുറെ തെളിവ് അതാണ് ഞാൻ പറഞ്ഞത്. അതായത് തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ തെളിവുകൾ എന്താണ്? ഇത് ഒരു സീക്രട്ട് ട്രയൽ, ഇൻ ക്യാമറ ട്രയൽ ആയിരുന്നു എന്ന് മാത്രമല്ല, സാധാരണ ഇങ്ങനെയുള്ള കേസുകൾ ഇൻ ക്യാമറയാണ്. എന്നാൽ ഈ കേസിൽ ഇൻ ക്യാമറ ട്രയൽ വേണമെന്ന് മറ്റു പല കാരണങ്ങൾ കൊണ്ടും പറഞ്ഞിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ എന്ത് തെളിവുകളാണ്? കാരണം തെളിവുകൾ എന്ത് പോലീസോ അല്ലെങ്കിൽ ഞാനോ ഏതെങ്കിലും വ്യക്തിയോ കൊടുക്കുന്ന തെളിവുകൾ അതുപോലെ സ്വീകരിക്കാൻ ഇരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേന്ദ്രമല്ല. തെളിവുകൾ കോടതി പരിശോധിക്കും. ആ തെളിവുകൾ അഡ്മിസിബിൾ ആണോ എന്ന് ഒന്നാമത് പരിശോധിക്കും. ആ തെളിവ് അഡ്മിസിബിൾ ആണെങ്കിൽ എത്രത്തോളം എവിഡൻഷ്യറി വാല്യൂ ഉണ്ട് ആ തെളിവുകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിഡൻഷ്യലി വാല്യൂ ഉള്ള തെളിവുകളാണോ അത് ഈ കേസിൽ പറയുന്ന കോൺസ്പിറസിക്ക്
കണക്ട് ചെയ്യാൻ പര്യാപ്തമായ തെളിവുകളാണോ എന്നുള്ള ഏറ്റവും പ്രധാനം. യുക്തിയും തെളിവും രണ്ടാണ്. കാരണം പലപ്പോഴും യുക്തി വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കാം എന്ന്, അതല്ല തെളിവെന്ന് പറയുന്നത്. അതിന് കൃത്യമായ തെളിവുകൾ തന്നെ വേണം. കാരണം മോർ ദ ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് മോർ ദ ഡിഗ്രി ഓഫ് പ്രൂഫ് ഇസ് നെസസറി എന്നുള്ളത് പ്രധാനപ്പെട്ട ആപ്തവാക്യമാണ്. അപ്പോൾ ആ തെളിവുകൾ പര്യാപ്തമാണോ? പര്യാപ്തമായ തെളിവുകളാണെങ്കിൽ ആ പര്യാപ്തമായ തെളിവുകൾ പരിശോധിച്ചിട്ടില്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് പരിശോധിക്കണമെങ്കിൽ ആ ജഡ്ജ്മെന്റ് നമുക്ക് പൂർണ്ണമായിട്ടും വായിക്കേണ്ടതുണ്ട്, യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ക്യാൻവാസിൽ, ഹൈക്കോടതിയിലാകുമ്പോൾ കുറച്ചുകൂടെ വലിയ ക്യാൻവാസിൽ ഇതിപ്പോൾ സിംഗിൾ ജഡ്ജി തന്നെ ആയിരിക്കും, ലൈഫ് അല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും സിംഗിൾ ഡിവിഷൻ ബെഞ്ചിൽ പോവില്ല. അപ്പോൾ എന്നാൽ പോലും കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ ഇതിന്റെ വാദം കേൾക്കാൻ കഴിയും എന്നാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ശുഭാപ്തി വിശ്വാസം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ ഞാൻ വളരെ പോസിറ്റീവാണ് ഇപ്പോഴും ഈ കാര്യത്തിൽ. ശരി, മനീഷ രാധാകൃഷ്ണൻ, ഇപ്പോൾ ഈ കേസിനെ പറ്റി എന്തെങ്കിലും നമ്മൾ സംസാരിക്കണമെങ്കിൽ ആ ജഡ്ജ്മെന്റ് കിട്ടണം. ജഡ്ജ്മെന്റ് ഇനിയും ലഭ്യമല്ല, അതിന്റെ ഹാർഡ് കോപ്പിയാണ് ലഭിക്കുക എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഈ കോടതിയെ വിമർശിക്കരുത്, കോടതി വിധിയെയാണ് നമ്മൾ വിമർശിക്കുക എന്ന് പറയുമ്പോൾ പോലും ഈ കോടതിക്കെതിരെ തന്നെ ഹൈക്കോടതിയിൽ ഒരു പരാതി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ അതുകൊണ്ടായിരിക്കുമല്ലോ കൂടുതലായി ആളുകൾ കൂലങ്കുഷമായി ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിക്ക് തന്നെ തോന്നുകയാണ് താൻ വേട്ടയാടപ്പിക്കുകയാണ്, ശ്രീജിത്ത് പറഞ്ഞതുപോലെ കോടതി തന്നെ ഒരു അതിജീവിതയാണ് എന്നൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം വസ്തുതകൾ കൂടി മുന്നിൽ വെച്ച് വേണ്ട ഈ വിധിയെ സമീപിക്കാൻ. ഇപ്പോൾ മുൻപേ സംസാരിച്ച അഭിഭാഷകരൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും ഈ വിഷയത്തിൽ പറയാറുള്ളത്. നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഈ വിഷയത്തിൽ കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള ആ എവിഡൻസസ് എന്തുകൊണ്ടായിരിക്കും കോടതി അപ്രിഷിയേറ്റ് ചെയ്യാത്തത്? മോഡ് ഓഫ് അപ്രിസിയേഷൻ ഓഫ് എവിഡൻസസ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് എന്തുകൊണ്ടാണ് അപ്രിഷിയേറ്റ് ചെയ്യാത്തത് എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധിയിലേക്ക് ഡിറൈവ് ചെയ്തു എന്നത് സംബന്ധിച്ച് ആധികാരികമായി നമുക്ക് ആ ജഡ്ജ്മെന്റിൽ കൃത്യമായി കോടതി തന്നെ വിശദീകരിച്ചിട്ടുണ്ടാകും. എല്ലാ ജഡ്ജ്മെന്റിലും എന്തുകൊണ്ട് ആ വിധിയിലേക്ക് എത്തി എന്നതിന്റെ കാരണം കൂടി വിധിയിൽ കൃത്യമായി പറയുന്നുണ്ടാകും. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി അപ്പീൽ പോകേണ്ടത് എന്നൊക്കെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഈ വിഷയത്തിൽ, ഈ കേസിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ, അതിൽ പലതും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഒരു കുറ്റപത്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിൽ സമർപ്പിച്ചിട്ടുള്ള പല രേഖകളും, ഇപ്പോൾ 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിൽ ഉള്ള സംഭാഷണങ്ങൾ, അതിന്റെ രേഖകൾ, 1-ാം പ്രതി 8-ാം പ്രതിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചതിന്റെ രേഖകൾ, 1-ാം പ്രതി 8-ാം പ്രതിയെ ബന്ധപ്പെടാൻ 8-ാം പ്രതിയുടെ സഹായിയിലൂടെ ശ്രമിച്ചതിന്റെ രേഖകൾ, അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ, ജോയ്സ് പാലസിൽ വെച്ചും അതുപോലെ തന്നെ ശാന്തിഗിരിയിൽ വെച്ചും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയതിന്റെ രേഖകൾ, 8-ാം പ്രതിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ രേഖകൾ, ഗോവയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ ശ്രമിച്ചു പിന്നീട് പരാജയപ്പെട്ടു അതിന്റെ രേഖകൾ, 8-ാം പ്രതിയുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് ആ പർട്ടിക്കുലർ സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്തതിന്റെ രേഖകൾ, അങ്ങനെ 8-ാം പ്രതിയുടെ ഡ്രൈവറുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ, അങ്ങനെ ഈ കേസിൽ 120B പ്രൂവ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള എവിഡൻസസ്, പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള എവിഡൻസസ് ഇതൊക്കെയാണ്. ഇനിയും കുറെ തെളിവുകൾ അവർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറ്റപത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള എവിഡൻസസ് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതിൽ 1-ാം പ്രതി എഴുതിയൊരു കത്ത്, ആ കത്ത് ഉൾപ്പെടെ, ആ കത്തിന്റെ ഡിജിറ്റലായ ആധികാരികത തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയണമെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ആ വിധി കാണാതെ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും അതിജീവിതയ്ക്ക് പോലും നമുക്കറിയാം, ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ നിപുൺ സക്സേന കേസിലാണ് ആദ്യമായി അതിജീവിത പൊതുസമൂഹത്തിന് മുന്നിൽ ബർക്കാത്തത്തിന്റെ ഒരു ഇന്റർവ്യൂയിലൂടെ അവർ മറ്റ് വിക്ടിമുകളുടെ പ്രതിനിധിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടൊരു അഭിമുഖത്തിലൂടെ രംഗത്ത് വരുന്നത്. അതിനുശേഷം ഈ കേസിൽ അതിജീവിത സമൂഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് ഇത്ര സധൈര്യം പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇനി അന്വേഷണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതിനകം തന്നെ അതിജീവിത അത് പറയാൻ തയ്യാറാകുമായിരുന്നു. അങ്ങനെ ഒരു പരാതിയെ ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ആ വിധി പകർപ്പ് കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഏതായാലും പ്രോസിക്യൂഷനും സർക്കാരും ഈ കേസിൽ അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ഡീസാൽ, ഇവിടെ ഈ അന്വേഷണം, ഈ ഇത്രയും നാൾ നീണ്ട ഈ അന്വേഷണത്തിനിടയിൽ പ്രോസിക്യൂഷൻ പ്രതിസന്ധിയിലാവാനുള്ള കാരണം ഈ മുമ്പ് പ്രിയദർശൻ തമ്പി പറഞ്ഞതുപോലെ കോർത്തിണക്കാവുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതാണ്. തെളിവ് കണ്ടെത്താൻ കഴിയാത്തതിന് തന്നെ കാരണമുണ്ട്. നമുക്കറിയാം, 8-ാം പ്രതിയുടെ ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്വേഷണ സംഘം എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത്, അത് പിന്നീട് എന്തൊക്കെ പരിണാമ ഗുപ്തിയിലേക്കാണ് അത് പോയത്.
പ്രതി തന്നെ അതൊരു സ്വകാര്യ ഫോറൻസിക് സ്ഥാപനത്തിൽ കൊണ്ടെത്തിക്കുന്ന കഥ, അതിനുശേഷം അത് ശരിയാക്കിയാൽ പുറത്തു വന്ന് സംസാരിച്ച കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം നിസ്സഹായാവസ്ഥയിലായിരുന്നോ? അതുകാരണമാണോ ഈ തെളിവുകൾ ശേഖരിക്കാൻ കഴിയാതിരുന്നത്? ഈ കേസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും ഒരു സെൻസേഷണൽ ആകാനുള്ള പ്രധാന കാരണം ഇതിൽ 8-ാം പ്രതി ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അയാൾ ഈ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ട് കോടതി മുമ്പാകെ എത്തുകയും ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അതിജീവിതയ്ക്കെതിരെ നടന്ന ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഒരു പരിധിക്കപ്പുറം ഇത് ഇത്രയും മുന്നോട്ട് പോകില്ലായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആ ഒരു റൈവൽറി വന്നു. അതിൻ്റെ പുറത്ത് പോലീസിന് നല്ല കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതിൽ അഡ്വക്കേറ്റ് ശ്രീ പ്രിയദർശൻ പറഞ്ഞതുപോലെ കോൺസ്പിറസി തെളിയിക്കുക എന്ന് പറയുന്നത് ഇത് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. അത് പെട്ടെന്നൊന്നും നമുക്ക് ഈ പറയുന്ന കണക്ക് ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു സംഗതിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് 8 പ്രതികൾ തമ്മിലുണ്ടായ ഇപ്പം അഭിഭാഷക പറഞ്ഞ പോലെയുള്ള പിന്നെ സംസാരങ്ങൾ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കത്ത് ഇടപാടുകൾ, ഇതൊക്കെ അത് വ്യക്തമായ തെളിവോടുകൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് കൊണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തിപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇതിനകത്ത് ഒരു ഇത് കണ്ടു. ഈ 1-ാം പ്രതി എഴുതിയ കത്ത് അത് ജയിലധികൃതരും അവരും പിന്നെ മറ്റ് പോലീസിൻ്റെ ഭാഗം എല്ലാം കൂടെ ചേർന്നിട്ട് അയാളെ കൊണ്ട് എഴുതിച്ചാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആരോപണം കേട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ പല വിധത്തിലുള്ള ഒരുപാട് ഈ വിഷമസന്ധികളെ മറികടന്നിട്ട് വേണം പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കേസിനകത്ത് വളരെ ഒരു കേരളം മുഴുക്കെ ഒരു ചർച്ചാ വിഷയമായ ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനകത്ത് പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ജനങ്ങൾ 2 ഭാഗം തെളിഞ്ഞിട്ട് ഇതിനകത്ത് അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 8-ാം പ്രതിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും ഒരു ഇത് കാണുമ്പോഴത്തേക്ക് ഞാൻ പലതിലും കണ്ടിരുന്നു, അത് പരസ്പരം പോരടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇതിൽ ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നുള്ളത് പോലീസിനും അത് അവർ ഫ്രെയിം ചെയ്യുന്ന കുറ്റപത്രം അതെന്താണെന്ന് പ്രോസിക്യൂഷനും മാത്രമേ അറിയത്തുള്ളൂ. പിന്നീട് അത് കോടതി മുമ്പാകെ എത്തുന്ന സമയങ്ങളിൽ അത് ജഡ്ജിനും മറ്റ് പ്രതിഭാവം വക്കീലന്മാർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു കോടതി അതിനകത്തൊരു വിധി പ്രസ്താവിക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ ഘോരഘോരം ആൾക്കാർ ബഹളങ്ങൾ ഉണ്ടാക്കിയാലും ആ ഒരു വിധിയെ ഒരിക്കലും ഈ പറയുന്ന ഈ ജനങ്ങളുടെ രോക്ഷമോ അല്ലെങ്കിൽ അമർഷമോ ഒന്നും അതിനെ സ്വാധീനിക്കത്തില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശരി, ശ്രീജിത്ത്, ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ ഈ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് എനിക്കെതിരെയാണ്, ആ ഗൂഢാലോചനയാണ് പ്രശ്നം എന്ന് 8-ാം പ്രതി കുറ്റവിമുക്തനായ ശേഷം പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഡി സാലി ചൂണ്ടിക്കാട്ടിയതുപോലെ പോലീസൊക്കെ ഗൂഢാലോചന നടത്തി ഒരു കത്ത് എഴുതിക്കുക, അതിൽ 8-ാം പ്രതിയെ കൊടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതും അന്വേഷിക്കപ്പെടേണ്ട ഒരു കുറ്റകൃത്യമല്ല. അങ്ങനെ ഒരു ആവശ്യം ഏതായാലും 8-ാം പ്രതി ഉന്നയിച്ചില്ല. കുറ്റവിമുക്തനായി പുറത്തു വന്ന ഉടനെ തന്നെ തന്റെ മുൻ ഭാര്യയെ ഡോഗ് വിസിൽ ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതിൽ ഇപ്പം മാധ്യമങ്ങൾ തന്നെ പറയാത്തൊരു കാര്യം ഇതിലുണ്ട്. 120B പ്രൂവ് ചെയ്തിട്ടുണ്ട് അജിൻസെ. ക്രിമിനൽ കോൺസ്പിറസി തെളിയിച്ചിട്ടുണ്ട്, അതിന് ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. 20 വർഷം തടവ് 1 മുതൽ 6 വരെ പ്രതികൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നേ. ഏത് നേരത്തെ 376D കൂട്ടബലാത്സംഗം തെളിഞ്ഞതുപോലെ തന്നെ ക്രിമിനൽ കോൺസ്പിറസിയും തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് പറയുന്നില്ലല്ലോ, അത് ഇതുവരെ നിങ്ങൾ പറഞ്ഞില്ല. അപ്പം 40 വർഷമായി. 10 വർഷം 366-ന് കൊടുത്തിട്ടുണ്ട്. 354 ഓൾറെഡി 376-ൽ വന്നിട്ടുള്ളത് കൊണ്ട്, ഈ 120Bയിൽ കോൺസ്പിറസിയിൽ വന്നിട്ടുള്ളത് കൊണ്ട് അത് കൊടുത്തിട്ടില്ല. 66E ഉണ്ട്, 67 ഉണ്ട്, 342 ഉണ്ട്. പിന്നെ അത്തരത്തിൽ മുഴുവൻ ചാർജും തെളിഞ്ഞിട്ടുണ്ട്. കോൺസ്പിറസി ഉണ്ട്, അത് തെളിഞ്ഞിട്ടുമുണ്ട്. ആരൊക്കെയാ കോൺസ്പിറസി ചെയ്തിട്ടുള്ളത്? 1 മുതൽ 6 വരെ നിങ്ങളെല്ലാം ഒറ്റ കോൺസ്പിറസി അല്ല ആക്കിയത്. അല്ലല്ല, അതുകൊണ്ട് അല്ല, ഇതെന്താ നിങ്ങൾ സംസാരിക്കാതെ പോന്നെ? അപ്പൊ ഇത് നിങ്ങൾക്കൊന്ന് മറച്ചു വെക്കണം അല്ലേ? ഇവിടെ തെളിഞ്ഞിട്ടില്ല. 8-ാം പ്രതിക്കെതിരായ ഗൂഢാലോചന കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. 8-ാം പ്രതി പറയുന്നത് തനിക്കെതിരായ ഗൂഢാലോചനയെ കുറിച്ചാണ്. നിങ്ങൾ വെണ്ടക്കയാക്കിയിട്ടുണ്ട്. നിങ്ങൾ 20 വർഷം ശിക്ഷ കൂട്ടബലാത്സംഗത്തിന് എന്നല്ലാതെ പിന്നെ ഈ പറയുന്ന ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് 20 വർഷം 1 മുതൽ 6 വരെ പ്രതികൾക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് കാണിച്ചു തരുമോ? പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയില്ലേ ശ്രീത്തെ? ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഞാൻ ചോദിച്ച ചോദ്യം 8-ാം പ്രതിക്കെതിരെ നടന്ന ഗൂഢാലോചനയെ കുറിച്ചാണ്. 8-ാം പ്രതി എന്ന് പറയുന്നത് എനിക്കെതിരെ ഗൂഢാലോചന നടന്നു, പക്ഷെ അത് അന്വേഷിക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിനില്ല.
ശരി, അല്ല അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ട്, കൂട്ടബലാത്സംഗം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തിനാണ് ഒരു 8ാം പ്രതിയെ 4 മാസം അന്വേഷിച്ച് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം കൊടുത്തതിന് ശേഷം ആദ്യത്തെ ചോദ്യം ചെയ്യലിലും ആദ്യത്തെ മൊഴിയെടുപ്പിലുമൊന്നും അതിജീവിതയ്ക്ക് പോലും പരാതിയില്ലാത്ത ഘട്ടത്തിൽ, അതിജീവിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ മേഖലയിലുള്ള ആളുകൾക്കൊന്നും അത്തരത്തിലൊരു മൊഴി പോലും ഇല്ലാത്ത ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ പൾസർ സുനി കോടതിയിലോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ മുമ്പിൽ പറയാത്ത ഒരാളുടെ ഗൂഢാലോചന ജയിലിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കത്തിന്റെ പേരിൽ വന്നിട്ടുള്ളത് എന്നുള്ള ദിലീപ് തന്നെയാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത്. ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, അന്വേഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് ചെന്നത്. അവരന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയ അവർ കേസെടുത്തു. ദിലീപ് പോലീസ് അജിൻസ സ്വാഭാവികമായിട്ടും അങ്ങനെ വരില്ലേ? പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ അല്ലെങ്കിൽ താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തക ഇത്തരത്തിലൊരു പരാതി കൊടുത്തു, അല്ലെങ്കിൽ അവനൊരു പരാതി വന്നു, അതിൽ താങ്കളുടെ പേര് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പോലീസിനെയൊക്കെ അറിയിക്കില്ലേ ഇത് എങ്ങനെ എൻ്റെ പേര് വരുന്നത് എന്നുള്ളത്? അങ്ങനെ അറിയിച്ചു എന്ന് മാത്രമല്ല, ബെഹ്റയുടെ ഫോണിലേക്ക് കൃത്യമായിട്ട് നാദിർഷയോട് സുനി സംസാരിച്ചത് ഉൾപ്പെടെയുള്ള വാട്സാപ്പ് ചാറ്റുകളുണ്ട്, വോയിസ് റെക്കോർഡിങ്ങുകളുണ്ട്, എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. ബെഹ്റ, ലോക്നാഥ് ബെഹ്റ അംഗീകരിച്ചുള്ള കാര്യമല്ലേ? അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെന്നേ. അപ്പം അത്തരത്തിൽ ഇയാൾക്കെതിരെ നടന്നിട്ടുള്ള ഗൂഢാലോചനയുടെ മുഴുവൻ തെളിവുകളും അതിലൊരു ഒരു തിരുത്തുണ്ട്. 20 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കിത് കിട്ടിയെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ കോടതിയിൽ കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ ഡിഫൻസ് അത് പ്രൂവ് ചെയ്തു, കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ എന്താണോ 8ാം പ്രതിയെ ഇതിൽ ചേർക്കാൻ വേണ്ടി വന്നിട്ടുള്ള അത്തരത്തിലുള്ള മുഴുവൻ ഇൻഗ്രീഡിയൻസും അത് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി ഡിഫൻസിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കേസിൽ നിന്ന് വിട്ടുപോയത്. ശരി, എന്തായാലും പോലീസ് 8ാം പ്രതിയെ കൊടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണെങ്കിൽ അത് വേറെ തന്നെ അന്വേഷിക്കേണ്ടതാണ്. കാരണം ആ പോലീസ് തന്നെയാണ് ഈ കേസ് അന്വേഷണം തെളിവ് കണ്ടെത്തിയതും എന്നിരിക്കെ അത് എത്രമാത്രം നല്ലൊരു അന്വേഷണമാണെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. നന്ദി ശ്രീജിത്ത്, മനീഷ, ശ്രീ സാലി, ശ്രീ പ്രിയദർശൻ തമ്പി ഇത്രയും സംസാരിച്ചു.